അനുവേട്ട് ഈ ക്രോസ് വോട്ടിംഗ് ഒരു വലിയ പ്രശ്നമാണ്. കാരണം BJP സംബന്ധിച്ചിടത്തോളം ജയിക്കേണ്ട പല മണ്ഡലങ്ങളും BJP മുൻപ് പരാജയപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ മഞ്ചേശ്വരവും കാസർഗോഡും ഒക്കെ അതിൻ്റെ ഉദാഹരണമാണ്. 1980 BJP രൂപപ്പെട്ടു ദേശീയ തലത്തിൽ. കേരളത്തിൽ 1982 മുതൽ തന്നെ BJP തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ആ കാലം മുതൽ തന്നെ മഞ്ചേശ്വരത്തും കാസർഗോഡും ഒക്കെ BJP രണ്ടാം സ്ഥാനത്തുണ്ട്. പക്ഷേ അത് ഒന്നിലേക്ക് എത്താത്തതിൻ്റെ കാരണം ഈ നേരത്തെ പറഞ്ഞ ക്രോസ് വോട്ടിംഗ് ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമായി ജനങ്ങൾക്കൊരു അവബോധമുണ്ട്. ഈ ക്രോസ് വോട്ടിംഗ് കൊണ്ട് ഞങ്ങൾ ജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ മറ്റ് രണ്ട് വില്ലന്മാർ തോപ്പിക്കുകയാണ്. അപ്പം അതും കൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ്. രജിതേട്ടൻ അതിന് ചില കൗണ്ടറുകൾ, അതായത് അത് സത്യമാണെങ്കിലും ചില സ്ഥലത്ത് ഇപ്പോഴും ക്രോസ് വോട്ടിംഗ് നാളെ നടക്കും എന്ന് അദ്ദേഹം പറയുന്നു. നിയമത്തുൾപ്പെടെ അതിന് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ഗൗതമ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു മുന്നണി സംവിധാനം വരുന്ന 1980-ലാണ്. 82 മുതലാണ് ഒരു 5 വർഷം അല്ലെങ്കിൽ 4 വർഷം ഭരിക്കുന്ന ഒരു ഉറച്ച സർക്കാർ സംവിധാനം വരുന്നത്. അതിനുശേഷം 82, 87, 91, 96 ഇങ്ങനെ തെരഞ്ഞെടുപ്പുകൾ പല നടന്നു. ഈ 91 തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ BJPക്ക് എതിരായിട്ടൊരു BJP തോൽപ്പിക്കാൻ വേണ്ടി ചില മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മഞ്ചേശ്വരത്ത് അങ്ങനെ ഒരു ക്രോസ് വോട്ടിങ്ങിന് സംഭവമുണ്ട് 96. ഇപ്പോൾ 2016 തെരഞ്ഞെടുപ്പിൽ K. സുരേന്ദ്രൻ തോക്കുന്ന 84 വോട്ടുകൾക്കാണ് തോന്നുന്നു. അതിനകത്ത് അന്നേ പറയുന്നൊരു സാധനമാണ് ക്രോസ് വോട്ടിംഗ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ SDP 2 തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് SDP-യുടേത്. അത് തെക്കൻ ജില്ലകളിലെ മണ്ഡലങ്ങളിൽ LDF-ന് അനുകൂലവും വടക്കൻ ജില്ലകളിൽ UDF-ന് അനുകൂലം. പ്രത്യേകിച്ച് മഞ്ചേശ്വരത്ത് SDP-ക്ക് സ്ഥാനാർത്ഥിയില്ല. ആ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ പകല പോലെ സത്യമാണ്. ആ സ്ഥാനാർത്ഥി പിൻവലിച്ചത് ലീഗ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി എന്നുള്ളതാണ്. ഇപ്പം തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പുകളിലും 30,000-ഓളം വോട്ടുകൾ നിയമമണ്ഡലത്തിലുണ്ട്. കഴിഞ്ഞ 2016 O. രാജഗോപാൽ ജയിച്ചു. 2021 BJP വീണ്ടും ജയിക്കാൻ പോകുന്നു എന്നൊരു പ്രചാരണം വ്യാപകമായ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വീണ്ടും വലിയ ഭൂരിപക്ഷം ജയിക്കാൻ പോകുന്നു. നിയമത്തിൽ വെച്ചാൽ തൊട്ടടുത്ത മണ്ഡലമായ തിരുവനന്തപുരം സെൻട്രൽ വട്ടിയൂർക്കാവിൽ ഇങ്ങനെ പോകുന്ന ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തെക്കൻ ജില്ലകളിലെ മണ്ഡലങ്ങളിൽ അന്ന് ക്രോസ് വോട്ടിംഗ് നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിനൊപ്പം തന്നെ LDF-നൊപ്പം തന്നെ UDF-ഉം വ്യാപകമായിട്ട് ഈ വർഗീയ ശക്തികളുടെ വോട്ട് പിടി. ഇപ്പോൾ 2001 UDF വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലുണ്ട്. 2001 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് നാദാപുരത്ത് തിരുവമ്പറമ്പ് ബിനു എന്നൊരു യുവാവ് ഒരു ഹിന്ദു യുവതിയെ ഒരു മുസ്ലിം യുവതിയെ ബലാത്സംഗം ചെയ്തുകൊണ്ടൊരു പ്രചാരണം ഉണ്ടായി. അങ്ങനെ ആ യുവാവിനെ വെട്ടിക്കൊന്നു. അത് അന്ന് SDP PDF ഇതൊന്നുമല്ല, NDF ആണ്. NDF കാരാണ് കലാപടക്കം. അന്ന് കേരളത്തിലെ ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് AK ആന്റണി മഞ്ചേശ്വരം മുതൽ ഇവിടുത്തെ നെയ്യാറ്റിൻകര വരെയുള്ള മണ്ഡലങ്ങളിൽ നിന്ന് പ്രസംഗിച്ചാണ്. അപ്പോൾ അങ്ങനെ വർഗീയ ശക്തികളും വർഗീയപരമായിട്ടും വോട്ടുകൾ നേടുന്നതിൽ രണ്ട് മുന്നണികളും ഒട്ടും പിന്നിലില്ല. മദിനിയെ ശംഖുമുഖത്ത് വേദിയിലിരുത്തിയല്ലോ. അതെ. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ നിയമത്തെ ഒരു സ്ഥിതിവിശേഷം പറയുകയാണെങ്കിൽ കരമന ഇമാമിന്റെ ഒരു വോയിസ് മെസ്സേജ് നമ്മൾ കേട്ടതല്ലേ. ഈ മണ്ഡലത്തിൽ 29,000 മുസ്ലിം വോട്ടുകളുണ്ട്. ആ മുസ്ലിം വോട്ടുകൾ വർഗീയ ശക്തികൾക്ക് പോകാതിരിക്കാൻ വേണ്ട കരുതൽ വേണം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വളരെ കൃത്യമായി ആ 29,000 വോട്ടുകൾ LDF-ലോ UDF-ലോ അവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് ആർക്കാണോ അവരിലേക്ക് പോകണമെന്നുള്ള വളരെ കൃത്യമായ മെസ്സേജ് ഇമാം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രവുമല്ല, കാസർഗോഡ് ഈ ക്രോസ് വോട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അവിടെ CPM-ന്റെ ഒരു നേതാവിന്റെ സൗണ്ട് ബൈറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ BJP വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ UDF-ന് വോട്ട് ചെയ്തു എന്ന് കാസർഗോഡ് മണ്ഡലത്തിലെ CPM-ന്റെ ഒരു പ്രാദേശിക നേതാവ് പറയുന്ന വാക്കുകൾ ഇപ്പോൾ വളരെ വൈറലാണ്. അപ്പോൾ BJP-യെ അകറ്റാൻ വേണ്ടി ഈ ശക്തികൾ എല്ലാവരും കൂടി വളരെ കിടഞ്ഞ് ശ്രമിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ.